ഡിയർ സ്റ്റുഡൻസ്, മേരീസ് ഫിസിക്സ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. വേവ് മോഷനെ കുറിച്ചാണ് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. സൗണ്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു എക്സ്പെരിമെന്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഫിഗർ 1.7 നോക്കുക. ഒരു ട്രാൻസ്പെറൻറ്റ് ട്യൂബ് എടുത്തിരിക്കുന്നു. അതിൻ്റെ ഒരെൻഡ് ക്ലോസ്ഡ് ആണ്. ഈ ട്രാൻസ്പെറൻറ്റ് ട്യൂബിൻ്റെ അകത്ത് ലൈറ്റ് ആയിട്ടുള്ള പേപ്പർ ബോൾസ് ഇട്ടിട്ടുണ്ട്. യൂണിഫോം ഫ്രീക്വൻസിയുള്ള ലൗഡ് ആയിട്ടുള്ള സൗണ്ട് ഈ ട്രാൻസ്പെറൻറ്റ് ട്യൂബിൻ്റെ ഫ്രീ എൻഡിലൂടെ കടത്തിവിടുന്നു. ഈ പേപ്പർ ബോൾസ് വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് മുന്നോട്ടും പുറകോട്ടും ഈ പേപ്പർ ബോൾസ് വൈബ്രേറ്റ് ചെയ്യും. ഈ ബോളുകൾ ട്രാൻസ്പെറൻറ്റ് ട്യൂബിൻ്റെ മറ്റേ അറ്റം വരെ മൂവ് ചെയ്യത്തില്ല. അതിൻ്റെ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് വൈബ്രേറ്റ് ചെയ്യുക മാത്രമേ ചെയ്യത്തുള്ളൂ. ഈ ട്യൂബ് നമ്മൾ ഒബ്സർവ് ചെയ്താൽ ഇതിൻ്റെ ചില റീജിയൻസിൽ പേപ്പർ ബോൾസ് ക്ലോസ് ആയിട്ടിരിക്കുന്നത് കാണാം. ചില റീജിയൻസിൽ ഈ പേപ്പർ ബോൾസ് അകന്നാണ് ഇരിക്കുന്നത്. ഒരു റീജിയനിൽ പേപ്പർ ബോൾസ് അടുത്തിരിക്കുകയാണെങ്കിൽ അടുത്ത റീജിയനിൽ പേപ്പർ ബോൾസ് അകന്നായിരിക്കും ഇരിക്കുന്നത്. അതായത് പേപ്പർ ബോൾസ് അടുത്തും അകന്നും ഇരിക്കുന്നത് ഓൾട്ടർനേറ്റ് ആയിട്ടാണ്. ഈ എക്സ്പെരിമെന്റിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഈ ട്രാൻസ്പെറൻറ്റ് ട്യൂബിൻ്റെ അകത്ത് എയർ ആണുള്ളത്. ഹൈ ഫ്രീക്വൻസിയിലുള്ള ലൗഡ് സൗണ്ട് ഈ ട്യൂബിലൂടെ കടത്തിവിടുമ്പോൾ എയർ പാർട്ടിക്കിൾസിന് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ലൈറ്റ് ആയിട്ടുള്ള പേപ്പർ ബോൾസ് നമ്മൾ ഈ ട്യൂബിൻ്റെ അകത്ത് ഇടുന്നത്. പേപ്പർ ബോൾസ് ലൈറ്റ് ആയതുകൊണ്ട് എയർ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയായിരിക്കും ഈ പേപ്പർ ബോൾസും മൂവ് ചെയ്യുന്നത്. സൗണ്ടിന് കടന്നു പോകണമെങ്കിൽ ഒരു മീഡിയം ആവശ്യമാണ്. സൗണ്ട് ഒരു മീഡിയത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ മീഡിയത്തിലെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യും. ബാക്ക് ആൻഡ് ഫോർത്ത് വൈബ്രേഷൻ ആണ് നടക്കുന്നത്. ചില റീജിയനുകളിൽ ഈ പാർട്ടിക്കിൾസ് അടുത്തിരിക്കും, ചില റീജിയനുകളിൽ പാർട്ടിക്കിൾസ് അകന്നാണിരിക്കുന്നത്. ഈ പാർട്ടിക്കിൾസ് അടുത്തിരിക്കുന്ന റീജിയനും അകന്നിരിക്കുന്ന റീജിയനും ഓൾട്ടർനേറ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഈ എക്സ്പെരിമെന്റിൽ നിന്ന് സൗണ്ടിന്റെ ട്രാൻസ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാകുന്നത്. ഫിഗർ 1.8 തന്നിരിക്കുന്ന ആക്ടിവിറ്റി നോക്കുക. ഒരു സ്ലിങ്കി എടുക്കുക. സ്ലിങ്കി എന്ന് പറഞ്ഞാൽ കോയിൽ ഷേപ്പിലുള്ള അല്ലെങ്കിൽ ഹെലിക്കൽ ഷേപ്പിലുള്ള സ്പ്രിംഗ് ആണ്. ആ സ്ലിങ്കിയുടെ 2 എൻഡ്സും സ്ട്രെച്ച് ചെയ്യുക. അതിനുശേഷം ഈ സ്ലിങ്കിയിലെ കുറച്ച് കോയിൽസ് കംപ്രസ് ചെയ്യുകയും റിലീസ് ചെയ്യുകയും ചെയ്യുക. ഈ സ്ലിങ്കിയിലുണ്ടായ ഡിസ്റ്റർബൻസ് നോക്കുക. ഇത്രയും ഭാഗത്തെ കോയിൽസ് ചേർന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അടുത്തതായിട്ട് ഈ സ്ലിങ്കിയുടെ ഒരു എൻഡ് മുന്നോട്ടും പുറകോട്ടും മൂവ് ചെയ്യിക്കുക, അല്ലെങ്കിൽ ബാക്ക് ആൻഡ് ഫോർത്ത് വൈബ്രേഷൻ നടത്തുക. അപ്പോൾ ഈ ഡിസ്റ്റർബൻസ് സ്ലിങ്കിയുടെ മറ്റ് പാർട്സിലേക്കും സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ സ്ലിങ്കിക്കകത്തെ കോയിലിന് ഡിസ്പ്ലേസ്മെന്റ് ഒന്നും ഉണ്ടാകുന്നില്ല. അത് ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ എത്തുന്നില്ല. അതിന് വൈബ്രേഷൻ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ബാക്ക് ആൻഡ് ഫോർത്ത് വൈബ്രേഷൻ ആണ് ഇവിടെ കൊടുക്കുന്നത്. അങ്ങനെ ബാക്ക് ആൻഡ് ഫോർത്ത് വൈബ്രേഷൻ കൊടുത്തപ്പോഴാണ് ഒരു പാർട്ടിൽ മാത്രം ഉണ്ടായിരുന്ന ഡിസ്റ്റർബൻസ് മറ്റു പാർട്സിലേക്കും സ്പ്രെഡ് ചെയ്തത്. Are the coils in the slinky moving towards the other end along with the disturbances? No എന്നാണ് ആൻസർ. ഈ ഡിസ്റ്റർബൻസ് ഉണ്ടായത് എങ്ങനെയാണ്? കുറച്ച് കോയിൽസ് എടുത്ത് കംപ്രസ് ചെയ്യുകയും റിലീസ് ചെയ്യുകയും ചെയ്തപ്പോഴാണ് അല്ലേ? അതായത് ഈ സ്ലിങ്കിക്ക് ഒരു എനർജി കിട്ടി. അങ്ങനെ സ്ലിങ്കി റിസീവ് ചെയ്ത എനർജിയാണ് ഈ ഡിസ്റ്റർബൻസ്. ആ എനർജിയാണ് ഈ കോയില് വൈബ്രേറ്റ് ചെയ്യിച്ചപ്പോൾ അല്ലെങ്കിൽ ഓസിലേറ്റ് ചെയ്യിച്ചപ്പോൾ മറ്റു പാർട്സിലേക്ക് സ്പ്രെഡ് ചെയ്തത്. ഈ സ്ലിങ്കി ഒരു മീഡിയമാണെന്ന് വിചാരിക്കുക. ആ മീഡിയത്തിലെ പാർട്ടിക്കിൾസ് ആണ് ഈ ഓരോ കോയിലും എന്ന് വിചാരിക്കുക. എക്സ്പെരിമെന്റിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മീഡിയത്തിലെ ഏതെങ്കിലും ഒരു പാർട്ടിൽ ഒരു എനർജി റിസീവ് ചെയ്താൽ ആ എനർജി മറ്റു ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യും. എപ്പോഴാണ് സ്പ്രെഡ് ചെയ്യുന്നത്? അതിലെ പാർട്ടിക്കിൾസ് ഓസിലേറ്റ് ചെയ്യിക്കുമ്പോൾ. ഈ രീതിയിൽ ഓസിലേഷൻ നടത്തുമ്പോൾ എനർജി കണ്ടിന്യൂസ് ആയിട്ട് ഒരു പാർട്ടിൽ നിന്ന്
മറ്റ് പാർട്സിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നതിന് വേവ് മോഷൻ എന്നാണ് പറയുന്നത്. എന്താണ് വേവ് മോഷൻ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കുക. ദ കണ്ടിന്യൂസ് പ്രൊപ്പഗേഷൻ ഓഫ് എനർജി ഫ്രം വൺ പാർട്ട് ടു ദി അതർ പാർട്സ് ത്രൂ ഓസിലേഷൻസ് ഈസ് കോൾഡ് വേവ് മോഷൻ. വേവ്സിന് കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ തന്നിട്ടുണ്ട്. റേഡിയോ വേവ്സ്, സീസ്മിക് വേവ്സ്, ലൈറ്റ് വേവ്സ്, സൗണ്ട് വേവ്സ്, റിപ്പിൾസ് ഓൺ ദ സർഫസ് ഓഫ് വാട്ടർ. സീസ്മിക് വേവ്സ് എന്ന് പറയുന്നത് എർത്ത് ക്വേക്ക് ഉണ്ടാകുമ്പോൾ എർത്തിന്റെ സർഫസിലൂടെ ട്രാവൽ ചെയ്യുന്ന വേവ്സ് ആണ്. റിപ്പിൾസ് ഓൺ ദ സർഫസ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയാൽ ഉണ്ടാകുന്ന ചെറിയ വേവ്സ് ആണ്. നമ്മൾ വെള്ളത്തിലോട്ട് കല്ലിട്ടാൽ അവിടെ ഒരു ചെറിയ വേവ് ഉണ്ടാകും അല്ലേ, അതാണ് റിപ്പിൾസ് എന്ന് പറയുന്നത്. ഇതിലെ ചില വേവ്സ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ മീഡിയം ആവശ്യമാണ്, ചില വേവ്സ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ മീഡിയം ആവശ്യമില്ല. ട്രാൻസ്മിഷൻ നടക്കണമെങ്കിൽ മീഡിയം ആവശ്യമുള്ള വേവ്സിന്റെ എക്സാമ്പിൾസ് ആണ് സീസ്മിക് വേവ്സ്, സൗണ്ട് വേവ്സ്, റിപ്പിൾസ് ഓൺ ദ സർഫസ് ഓഫ് വാട്ടർ. ട്രാൻസ്മിഷൻ നടക്കാൻ മീഡിയം ആവശ്യമില്ലാത്ത വേവ്സ് ആണ് റേഡിയോ വേവ്സും ലൈറ്റ് വേവ്സും. ട്രാൻസ്മിഷൻ നടത്താൻ മീഡിയം ആവശ്യമുള്ള വേവ്സ് എല്ലാം മെക്കാനിക്കൽ വേവ്സ് ആണ്. ട്രാൻസ്മിഷൻ നടത്താൻ മീഡിയം ആവശ്യമില്ലാത്ത വേവ്സ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. സോ വേവ്സ് രണ്ടു തരത്തിലുണ്ട്, മെക്കാനിക്കൽ വേവ്സ് ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കാം. റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ് റേസ്, വിസിബിൾ ലൈറ്റ്, അൾട്രാവയലറ്റ് റേസ്, എക്സ്-റേസ് ആൻഡ് gamma rays are electromagnetic waves. They do not require a medium for transmission. So electromagnetic waves എന്തൊക്കെയാണെന്ന് നിങ്ങൾ പഠിച്ചു വെക്കണം. റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ് റേസ്, വിസിബിൾ ലൈറ്റ്, അൾട്രാവയലറ്റ് റേസ്, എക്സ്-റേസ് ആൻഡ് ഗാമ റേസ്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് കുറച്ച് വേവ്സ് തന്നിട്ട് ഇതിന് മീഡിയം ആവശ്യമില്ലാത്ത വേവ് ഏതാണെന്ന് ചോദിക്കാം. സോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്കത് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. മെക്കാനിക്കൽ വേവ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നോക്കാം. മെക്കാനിക്കൽ വേവ്സ് ആർ ദോസ് ദാറ്റ് റിക്വയർ എ മീഡിയം ഫോർ ട്രാൻസ്മിഷൻ. മെക്കാനിക്കൽ വേവ്സ് രണ്ട് തരത്തിലുണ്ട്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആൻഡ് ട്രാൻസ്വേഴ്സ് വേവ്സ്. ഫിഗർ 1.8b നോക്കുക. ഈ സ്ലിംഗിയിലൂടെ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ഈ കോയിൽസ് ഏത് രീതിയിലാണ് മൂവ് ചെയ്യുന്നത്? ബാക്ക് ആൻഡ് ഫോർത്ത് ആയിട്ടാണ് അല്ലേ. അതായത് ഈ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവിന് പാരലലായിട്ടാണ് ഈ കോയിൽസ് മൂവ് ചെയ്യുന്നത്. ഈ തരം വേവ്സിന് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്നാണ് പറയുന്നത്. സോ ദ വേവ് ഫോംഡ് ഇൻ എ സ്ലിംഗി ഈസ് എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. സൗണ്ടിന്റെ കേസിലും അതുപോലെ തന്നെയാണ്. സൗണ്ട് എയറിലൂടെ കടന്നു പോകുമ്പോൾ എയർ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത് ബാക്ക് ആൻഡ് ഫോർത്ത് ആയിട്ടാണ്. അതായത് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവിന് പാരലൽ ആയിട്ടാണ് എയർ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത്. സോ സൗണ്ട് വേവും ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്താണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കുക. Longitudinal waves are those in which the particles in the medium vibrate parallel to the direction of propagation of the wave. സൗണ്ട് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടണമെങ്കിൽ അതിനൊരു മീഡിയം ആവശ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. സൗണ്ട് എങ്ങനെയാണ് എയറിലൂടെ ട്രാവൽ ചെയ്യുന്നത് എന്ന് അടുത്തതായിട്ട് നോക്കാം. ഇവിടെ ഒരു ട്യൂണിംഗ് ഫോർക്ക് കാണിച്ചിട്ടുണ്ട്. ട്യൂണിംഗ് ഫോർക്ക് എക്സൈറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോങ്സ് വൈബ്രേറ്റ് ചെയ്യും. ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ആദ്യം ഈ പ്രോങ് പൊസിഷൻ എയിലേക്കാണ് വരുന്നത് എന്ന് വിചാരിക്കുക. ഈ ട്യൂണിംഗ് ഫോർക്കിന് ചുറ്റും എയർ ഉണ്ട്. ഈ പ്രോങ് എ എന്ന് പറയുന്ന പൊസിഷനിലേക്ക് വരുമ്പോൾ ഇവിടെയുള്ള എയർ കംപ്രസ്ഡ് ആകും, അല്ലെങ്കിൽ അത് അമർന്നു പോകും. അപ്പോൾ ഇവിടുത്തെ പ്രഷർ കൂടും. അതിനുശേഷം ഈ പ്രോങ്
ബി എന്ന് പറയുന്ന പൊസിഷനിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെയുള്ള എയർ റിലാക്സ്ഡ് ആകും. അങ്ങനെ റിലാക്സ്ഡ് ആകുമ്പോൾ എന്ത് പറ്റും? ഇവിടുത്തെ പ്രഷർ കുറയും. സോ പൊസിഷൻ എയിലേക്ക് പ്രോങ് വരുമ്പോൾ എയർ പ്രഷർ കൂടുകയും പൊസിഷൻ ബിയിലേക്ക് പ്രോങ് വരുമ്പോൾ എയർ പ്രഷർ കുറയുകയും ചെയ്യും. ഈ ട്യൂണിംഗ് ഫോർക്ക് കണ്ടിന്യൂസ് ആയിട്ട് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എയറിൽ ഹൈ പ്രഷർ റീജിയനും ലോ പ്രഷർ റീജിയനും ഇടവിട്ടിടവിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇവിടെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യും. ഇൻ ഫിഗർ 1.9, as the prong of the tuning fork moves from the equilibrium position to the side A, the air pressure on that side increases or decreases. ഈ പ്രോങ് എ എന്ന് പറയുന്ന പൊസിഷനിലേക്ക് വരുമ്പോൾ ഇവിടെയുള്ള എയർ കംപ്രസ്ഡ് ആകും. കംപ്രസ്ഡ് ആകുമ്പോൾ എന്ത് പറ്റും? ഇവിടുത്തെ പ്രഷർ കൂടും. സോ ഇൻക്രീസസ് എന്നതാണ് ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് അബൌട്ട് ദ എയർ പ്രഷർ ഓൺ സൈഡ് എ when the same prong moves to side B? ഈ പ്രോങ് ബി എന്ന് പറയുന്ന പൊസിഷനിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ സൈഡ് എയിലെ എയർ പ്രഷർ ഏത് രീതിയിലായിരിക്കും? ഇവിടുത്തെ എയർ റിലാക്സ്ഡ് ആകും, അല്ലെങ്കിൽ എയർ പ്രഷർ കുറയും. സോ ഡിക്രീസസ് എന്നതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. when the prongs of the tuning fork vibrate continuously, aren't regions of high and low pressure formed intermittently in the air? ട്യൂണിംഗ് ഫോർക്കിന്റെ പ്രോങ്സ് കണ്ടിന്യൂസ് ആയിട്ട് വൈബ്രേറ്റ് ചെയ്താൽ എയറിൽ ഹൈ പ്രഷർ റീജിയൻസും ലോ പ്രഷർ റീജിയൻസും ഇടവിട്ടിടവിട്ട് ഉണ്ടാകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ് എന്നാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. കമ്പയർ ദ വേവ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സ്ലിംഗി വിത്ത് ദ വേവ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ട്യൂണിംഗ് ഫോർക്ക് ഇൻ ദ എയർ. സ്ലിംഗിയിലുണ്ടായ വേവും ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യിച്ചപ്പോൾ എയറിലുണ്ടായ വേവും സിമിലർ ആണ്. സോ ബോത്ത് ആർ സിമിലർ. സോ ഒരു സോഴ്സിൽ നിന്ന് വരുന്ന സൗണ്ട് എയറിലൂടെ കടന്നു പോകുമ്പോൾ ഹൈ പ്രഷർ റീജിയൻസും ലോ പ്രഷർ റീജിയൻസും ഉണ്ടാകും. ഈ ഹൈ പ്രഷർ റീജിയൻസിന് കംപ്രഷൻസ് എന്നാണ് പറയുന്നത്. ലോ പ്രഷർ റീജിയൻസിന് റേറിഫാക്ഷൻസ് എന്നാണ് പറയുന്നത്. സോ സൗണ്ട് എയറിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ കംപ്രഷൻസും റേറിഫാക്ഷൻസും ഓൾട്ടർനേറ്റ് ആയിട്ട് ഉണ്ടാകും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കുക. സൗണ്ട് ഫ്രം എ സോഴ്സ് ക്രിയേറ്റ്സ് കണ്ടിന്യൂസ് ആൻഡ് റെഗുലർ പ്രഷർ വേരിയേഷൻസ് ഇൻ ദ എയർ. എ റീജിയൻ ഓഫ് ഹൈ പ്രഷർ ഈസ് ക്രിയേറ്റഡ് വെയർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എയർ മോളിക്യൂൾസ് ഡിക്രീസസ്. ഒരു ഹൈ പ്രഷർ റീജിയനിൽ എയർ മോളിക്യൂൾസ് എല്ലാം അടുത്തടുത്തിരിക്കുകയായിരിക്കും. അത് കാരണം ഈ എയർ മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറവായിരിക്കും. സച്ച് റീജിയൻസ് ആർ കോൾഡ് കംപ്രഷൻസ്. ആൻഡ് എ റീജിയൻ ഓഫ് ലോ പ്രഷർ ഈസ് കോൾഡ് റേറിഫാക്ഷൻസ്. ഫിഗറിൽ കംപ്രഷനെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ സി കൊണ്ടാണ്. റേറിഫാക്ഷനെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആർ കൊണ്ടാണ്. സോ സൗണ്ട് ട്രാവൽസ് ത്രൂ എ മീഡിയം ഫോമിംഗ് ഓൾട്ടർനേറ്റിംഗ് compressions and rarefactions. So sound is a longitudinal wave. So longitudinal waves ne kurichana nammal innu discuss cheythathu. Longitudinal waves oru mediathillude kadanu pogumbol aa mediathile particles aa wave inde direction of propagation parallel aayittirikkum move cheyyunnathu. Sound waves oru longitudinal wave aanu. അതുപോലെ ഒരു സ്ലിംഗിയിൽ ഉണ്ടാകുന്ന വേവും ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. ട്രാൻസ്വേഴ്സ് വേവ്സിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോടും മേരീസ് ഫിസിക്സ് ക്ലാസ്സിനെ കുറിച്ച് പറയണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.